വിവോയുടെ വിവോ T1 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 16,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ T1 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിവോ T1 5Gയിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. IPS LCD പാനലാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അമോലെഡ് ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇല്ലാത്തത് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് എടുത്തു പറയുന്നില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു പ്രോസസ്സർ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് അവർക്ക് പഞ്ചോൾ ഡിസ്പ്ലേ കൊടുക്കായിരുന്നു. പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 187 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.25 mm ആണ്. പിന്നെ ഈ ഫോണിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള എഡ്ജസ് ഒക്കെയാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റെയിൻബോ ഫാൻറ്റസിയും അതുപോലെ തന്നെ സ്റ്റാർലൈറ്റ് ബ്ലാക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പം 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച പെർഫോമൻസ് വരുന്നൊരു പ്രോസസ്സറായിരിക്കും ഈ ഒരു പ്രോസസ്സർ. അതുമാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൽ 5Gയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 5G ബാൻഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ആകെ 2 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. N77ഉം അതുപോലെ തന്നെ N78ഉം. കുറച്ചും കൂടി കൂടുതൽ 5G ബാൻഡ്സ് ഒക്കെ അവർക്ക് കൊടുക്കായിരുന്നു. എന്തായാലും പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നത് മെയിനായിട്ട് പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൻ്റെ 3 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 4GB റാമാണ് വരുന്നത്. 6GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും അതുപോലെ തന്നെ 8GB റാമുമായിട്ട് വരുന്ന മൂന്നാമത്തെ ഒരു വെർഷനും വരുന്നുണ്ട്. 3 വെർഷൻസിലും 128GB ഇൻറ്റേർണൽ കൊടുത്തിട്ടുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഫോണിൽ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് ഏറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോണിൽ 5 ലെയർ ലിക്വിഡ് കൂളിംഗ് എന്നുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ അവർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. രണ്ടാമത് 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും മൂന്നാമത് 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവർ ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല. ക്യാമറയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് അവർക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുക്കായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ അത്ര മികച്ച ക്യാമറ സ്പെസിഫിക്കേഷൻ ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത്. 16,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് കുറച്ചും കൂടി ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ കൊടുക്കായിരുന്നു. എന്തായാലും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 15,990 രൂപയാണ്. 6GB റാം വെർഷൻ്റെ വില വരുന്നത് 16,990 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 19,990 രൂപയാണ്. ഫെബ്രുവരി 14 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴി ആയിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. പിന്നെ HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ T1 5G എന്ന ഫോണിൽ വളരെ മികച്ചൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ബാക്കി സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഇംപ്രസീവ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. അതുപോലെ തന്നെ കുറച്ചും കൂടി കൂടിയൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കായിരുന്നു. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് പഞ്ചോൾ ഡിസ്പ്ലേ ഒക്കെ കൊടുക്കായിരുന്നു.
പിന്നെ AMOLED ഡിസ്പ്ലേ ഇല്ലാത്തത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുപോലുള്ളൊരു പ്രോസസ്സറൊക്കെ കൊടുക്കുമ്പം ചില ഭാഗത്തൊക്കെ അവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിങ്ങും പിന്നെ 5G സപ്പോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിവോ T1 5G എന്ന ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വിവോയുടെ ഏറ്റവും ബെസ്റ്റ് ഫോൺ ഏതാണെന്ന് വെച്ചാൽ അത് ഇപ്പം വിവോ T1 5G എന്ന ഫോൺ തന്നെ ആയിരിക്കും. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.